അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് ഇന്ന് പറയുന്നത് സൂറത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിൻ്റെ ബെനിഫിറ്റാണ്. ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല, അത്രമാത്രം അതിൻ്റെ ഗുണഫലങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചുരുക്കിയിട്ട് ഒരു 3-4 കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. അത് ഓതുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ. സുബഹിക്ക് ശേഷം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 7 വട്ടം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ, സുബഹി നിസ്കരിച്ച ഉടനെ 7 വട്ടം സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും എന്നാണ്. ആ സൂറത്ത് ഓതി രാവിലെ യാത്ര ചെയ്യലെങ്കിൽ പോവുക, ഇവർ എന്തൊക്കെ ചെയ്താൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. രണ്ടാമത്തത്, ഈ സൂറത്തുൽ ഖദർ ഒരാൾ അധികരിപ്പിച്ചാൽ, അതായത് കണക്കൊന്നും നോക്കണ്ട, അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ അപ്രതീക്ഷിതമായി അവൻ അറിയാത്ത രൂപത്തിലൂടെ, ഹൈസുമാല യഹ്തസിബ്, അവൻ അറിയാത്ത രൂപത്തിൽ അവനക്ക് ഭക്ഷണം അള്ളാഹു എത്തിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അതിനെന്ത് വേണം? ഒരു ദിവസം ചൊല്ലിയാൽ പോരാ, ഒരു ദിവസം ചൊല്ലിയാൽ അതിനുള്ള കൂലി കിട്ടും. ദിവസങ്ങളോളം അത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക. മറ്റൊന്ന്, മൂന്നാമത്തത്, ആരെങ്കിലും ഒരാൾ നമുക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കങ്ങനെ തോന്നുക എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒന്നും ശരിയാവുന്നില്ല, എവിടേക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എന്ന് തോന്നിയാൽ, നമുക്കാരോ സിഹ്ർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിൽ തോന്നിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ സൂറത്തുൽ ഖദറിനെ ഓതുക. സൂറത്തിന് ഖദറിനെ അങ്ങനെ കുറേ ഓതുക. അങ്ങനെ ഓതിയാൽ എന്താവും? ആരാണ് നമുക്ക് സിഹ്ർ ചെയ്ത്, എവിടെയാണ് എന്താ ചെയ്ത് വെച്ചത് എന്ന് നമുക്ക് തോന്നിപ്പിച്ച് തരും. എന്തെങ്കിലും കുഴിച്ചിട്ടതാണെങ്കിൽ ആ കുഴിച്ചിട്ട സ്ഥലം നമുക്ക് കാണാനും അത് എടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടും. കാരണം ഈ സൂറത്തുൽ ഖദർ ഓതിയാലുള്ള ഫലാണത്. പിന്നൊന്ന്, മഗ്രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും ഓതിയാൽ പിശാച്ചിൻ്റെ ഷർറ് ഓനിക്കുണ്ടാകൂല എന്നാണ്. ഇന്ന് എല്ലാ ആളുകൾക്കും പിശാച്ചിൻ്റെ, ശൈത്താൻ്റെ, ഇബ്ലീസിൻ്റെ ഷർറുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മഗ്രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും ഒരാളിത് പതിവാക്കിയാൽ, എത്ര വട്ടം എന്നൊന്നുമില്ല, നമുക്ക് എത്രത്തോളം ഓതാൻ പറ്റും അത്രത്തോളം ഓതുക. എന്നാൽ ശൈത്താൻ്റെ ഷർറുകൾ അവനിക്ക് ബാധിക്കൂല. മറ്റൊന്ന്, ഈ സൂറത്തുൽ ഖദർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ വാക്കുകളൊക്കെ എന്താവും? സത്യസന്ധമാകും. അവനക്ക് കളവ് പറയാൻ കഴിയില്ല, അവൻ സത്യം പറയുള്ളൂ. കളവ് പറയാൻ അവനക്ക് തോന്നുകയാണെങ്കിലും ശരി, അവൻ കളവിൽ പറയില്ല, അപ്പോൾ സത്യം പറയും. മനസ്സിലായില്ലേ? എവിടെ പോയാലും സത്യമേ അവൻ പറയൂ. അത്രക്കും അവൻ്റെ കൽബ് മാറി മറിഞ്ഞിട്ടുണ്ടാവും. അത് നല്ല കാര്യമാണല്ലോ. മറ്റൊന്ന്, വെള്ളിയാഴ്ച 1000 പ്രാവശ്യം ഒരാൾ ഓതിയാൽ, ഒരു വെള്ളിയാഴ്ച 1000 പ്രാവശ്യം ഓതി, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഓതണം. ഈ ഒരു വെള്ളിയാഴ്ച ഓതുക, കാണുന്നില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഓതുക, പിന്നെയും കാണുന്നില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഓതുക. എന്താ ഓതിക്കൂടെ? കാരണം റസൂലുള്ളാഹിനല്ലേ കാണാൻ പോകുന്നത്. അങ്ങനെ തുടർന്ന് ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ കഴിവ് അള്ളാഹു നൽകുന്നതാണ്. മറ്റൊന്ന്, യാത്ര ചെയ്യുന്നവൻ, ഒരാളിപ്പോൾ യാത്ര പോരാ, ഗൾഫിലേക്ക് പോവുക, അല്ലെങ്കിൽ ബോംബെ, മദ്രാസ്, ബാംഗ്ലൂർ, മൈസൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരം, ഏതെങ്കിലും സ്ഥലത്ത് യാത്ര പോകാമെന്ന് കൂട്ടിക്കോളി. യാത്ര ചെയ്യുന്ന ആൾ ഈ സൂറത്തുൽ ഖദറിനെ ഓതിപ്പോവുക. എന്നാൽ അവൻ പോയി തിരിച്ചെത്തുന്നത് വരെ അവനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ആ സൂറത്തുൽ ഖദർ ഓതിയതിൻ്റെ പവർ കൊണ്ട് അള്ളാഹു അവനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തും. ഈ അറിവ് നിങ്ങളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവരും അറിയട്ടെ, പഠിക്കട്ടെ.
ജീവിതത്തിൽ പകർത്തട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.